ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അടുത്തുള്ള മീനാ ബസാർ എന്നറിയപ്പെടുന്ന സ്ട്രീറ്റാണ്. പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ചെറിയ പൈസ സാധനങ്ങളൊക്കെ ലഭ്യമാവും. ഇവിടെ ഏറ്റവും വലിയ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പോക്കറ്റ് അടിക്കാറും അതേപോലെ തന്നെ ഫോൺ തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് പ്രശ്നം. അതിൻ്റെ ഒരു ഭീതി നേരിടുന്നുണ്ട്. നമ്മള് ആദ്യം നോക്കി എങ്ങനെയുണ്ട്? അപ്പോൾ ഇപ്പൊ നമ്മള് ഉള്ളത് ഡൽഹി ജുമാ മസ്ജിദിന് മുമ്പിലാണ്. കൂടെ നമ്മളെ സ്ഥിരം മൈസൂക്ക് ഉണ്ട്. അപ്പോൾ കയറിയിട്ട് നോക്കാമല്ലോ, കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലാണ്. ഉള്ളിലല്ല, കോമ്പൗണ്ടിലാണ്. ഇവിടെ ഷൂ തറയിൽ ചവിട്ടി നടക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ പിടിച്ചാൽ വേറെ പുതിയ ഷൂ കിട്ടും, വാങ്ങേണ്ടി വരും പുറത്ത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നല്ല വ്യൂ ആണ്. പിള്ളേരെ ഇതാ ഇവിടുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. കൊറോണ ആയിട്ടും ഇത്രയും ക്രൗഡ് വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ആ പട്ടം പറഞ്ഞോണ്ടാ അയ്യോ. ഓ നമ്മളെ കൂടെ സാബിത്തും ഉണ്ട്. സാബിത്ത് എന്താണ് ഇതിനുള്ള മാഹിയല്ലേ? അപ്പോൾ ഇതാ ജുമാ മസ്ജിദിന്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഷൂ കയ്യിൽ തന്നെ ഇട്ട് നടക്കേണ്ടവരല്ല, ഷൂ പുറത്തേക്ക് വെക്കണം. അങ്ങനത്തെ ഒരു സീനുണ്ട്. വരുമ്പോൾ കിട്ടുമോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ ഞങ്ങളെ ചങ്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും ഓരോ തിരക്കിലാണ്, ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആര് പോയി? അടുത്തത് ഗൈസ്, ഞങ്ങൾ പോകുന്നത് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട ലാൽ കിലയിലേക്കാണ്. ഏകദേശം ജുമാ മസ്ജിദിന്റെ ഒരു 500 മീറ്റർ നടന്നാൽ തന്നെ പിന്നെ ചെങ്കോട്ടയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ
ചെങ്കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ ട്രാഫിക്കാണ്. വണ്ടി ഏത് നിമിഷം വന്നിട്ട് പുറകുന്ന കിട്ടും. ഇത് റസ്ക്, ബിസ്ക്കറ്റ് തുടങ്ങിയ പലഹാരങ്ങളാണ്. അതുപോലെ തന്നെ പാൻറ്, അതേപോലെ തന്നെ ഡ്രസ് ഐറ്റംസ്, കോട്ടൺ ഐറ്റംസ്, അതേപോലെ ജാക്കറ്റുകൾ തുടങ്ങിയ മാർക്കറ്റാണിത്. എല്ലാം ഇലക്ട്രോണിക് മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കടല് ഇവിടെ ലഭ്യമാണ്. പാനിപ്പൂരി ഉണ്ട്. പാനിപ്പൂരി ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും മികച്ച സ്ഥലമാണ് ഡൽഹി. പാനിപ്പൂരി, ഇത് മറ്റേ കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം. ഇത് നാരങ്ങ ധനിയ, അത് പുതിന വെള്ളം. അതെ, ഇതാണ് റെഡ് ഫോർട്ട്. ഡൽഹിയിലെ റെഡ് ഫോർട്ട്. ചെങ്കോട്ടയിലെ എൻട്രി ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചെങ്കോട്ടാണ്.